Dear students, in this video, we shall discuss about the concept of corporate veil and lifting of corporate veil. കോർപ്പറേറ്റ് വെയിൽ എന്നൊരു കോൺസെപ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേറ്റ് എൻറ്റിറ്റിയിൽ നിന്നുണ്ടാകുന്നതാണ്. കമ്പനികൾക്ക് എന്താ, കമ്പനി ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ് മെമ്പേഴ്സ്, കമ്പനി ഈസ് ഹാവിങ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അപ്പം സെപ്പറേറ്റ് ആയിട്ട് കമ്പനികൾക്കൊരു ലീഗൽ എക്സിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് കമ്പനിയുടെ മെമ്പേഴ്സിൽ നിന്നും കമ്പനി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ സെപ്പറേറ്റ് എൻറ്റിറ്റിയിൽ നിന്നുമാണ് കമ്പനിയുടെ പ്രോഫിറ്റ് കമ്പനിയുടേത് മാത്രമാണ്, കമ്പനിയുടെ പ്രോപ്പർട്ടി കമ്പനിയുടേത് മാത്രമാണ്, കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് മെമ്പേഴ്സിന് യാതൊരു വിധത്തിലുള്ള ലയബിലിറ്റിയും ഉണ്ടാകുന്നില്ല. ഇതെല്ലാം ഈ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്നാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ്, ദി ജനറൽ റൂൾ ഈസ് ദാറ്റ് എ കമ്പനി ഈസ് എ ലീഗൽ പേഴ്സൺ ആൻഡ് ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ഇറ്റ് മെമ്പേഴ്സ്. കമ്പനി ഒരിക്കൽ ഇൻകോർപ്പറേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ദി കമ്പനി ഈസ് എ ലീഗൽ പേഴ്സൺ ആൻഡ് ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ഇറ്റ് മെമ്പേഴ്സ്. കമ്പനി ഒരു ലീഗൽ പേഴ്സണാണ്, മെമ്പേഴ്സിൽ നിന്നും വ്യത്യസ്തമായൊരു നിലനിൽപ്പാണ് കമ്പനിക്കുള്ളത്. സോ ദിസ് കോൺസെപ്റ്റ് ഓഫ് സെപ്പറേറ്റ് എൻറ്റിറ്റി ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ വെയിൽ. ഇപ്പോൾ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, ദി കോൺസെപ്റ്റ് ഓഫ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഈസ് കൺസിഡേർഡ് ആസ് എ വെയിൽ എന്ന് പറഞ്ഞാൽ ഒരു മറ അല്ലെങ്കിൽ ഒരു നെറ്റ്, എ വെയിൽ, വെയിൽ ഓർ കട്ടൺ ബിറ്റ്വീൻ ദി കമ്പനി ആൻഡ് ഇറ്റ് മെമ്പേഴ്സ്. കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞാൽ എന്താ, കോൺസെപ്റ്റ് ഓഫ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അതാണ് കോർപ്പറേറ്റ് വെയിൽ. ഈ കോൺസെപ്റ്റ് ഓഫ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അത് ആക്ട്സ് ആസ് എ വെയിൽ ഓർ കട്ടൺ വിച്ച് സെപ്പറേറ്റ് ദി മെമ്പേഴ്സ് ഫ്രം ദി കമ്പനി. So in ordinary situations, any reference to the company is a reference only to the corporate entity and the shareholders who constitute the company are spared. നമ്മൾ സാധാരണഗതിയിൽ ഒരു കമ്പനി എന്ന് മെൻഷൻ ചെയ്യുമ്പോൾ കമ്പനിയുടെ കോർപ്പറേറ്റ് എക്സിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, കമ്പനിയുടെ മെമ്പേഴ്സിനെ അല്ല. When we talk about a company, we talk about the separate corporate existence of the company. കമ്പനിയുടെ ലീഗൽ എക്സിസ്റ്റൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താ, മെമ്പേഴ്സിനെ കുറിച്ചല്ല. അതുപോലെ whenever there is a question of liability, the members can defend themselves stating that it is an act of the company and they are not personally liable. ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ലയബിലിറ്റി ഉണ്ടാകുമ്പോൾ ആ കമ്പനിയുടെ മെമ്പേഴ്സിന് എപ്പോഴും സ്വയം ഡിഫെൻഡ് ചെയ്യാം. കമ്പനിക്ക് എന്താണ്, ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉള്ളത് കൊണ്ട് ഫോർ ദി ആക്ട്സ് ഓഫ് ദി കമ്പനി മെമ്പേഴ്സ് ആർ നോട്ട് ലീഗലി ലയബിൾ. ഈ സെപ്പറേറ്റ് കോർപ്പറേറ്റ് എൻറ്റിറ്റി തന്നെ മെമ്പേഴ്സിനൊരു ഡിഫെൻഡിങ് പോയിന്റാണ്. കമ്പനിയുടെ ലയബിലിറ്റി മാത്രമാണ്, കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് കമ്പനി മാത്രമാണ് ലയബിൾ, റെസ്പോൺസിബിൾ. കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് മെമ്പേഴ്സിന് ഒരിക്കലും റെസ്പോൺസിബിലിറ്റി ഇല്ല. എന്തുകൊണ്ടാണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്. However, there are situations where this privilege of a company may be abused by the members. ഇങ്ങനെ ഒരു പ്രിവിലേജ് കമ്പനികൾ കൊണ്ട്, കോർപ്പറേറ്റ് വെയിൽ ഈസ് എ പ്രിവിലേജ്, ഒരു ആനുകൂല്യമാണ് given by the company law to the companies. കമ്പനികൾക്ക് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 അതിന് മുമ്പുള്ള ആക്ടുകളും കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക പ്രിവിലേജാണ്, ആനുകൂല്യമാണ് കോർപ്പറേറ്റ് വെയിൽ. ഇനി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിയമത്തിന് ബോധ്യമാവുകയാണ് ഈ കോർപ്പറേറ്റ് വെയിൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് കമ്പനി മിസ്യൂസ് ചെയ്യുന്നു. നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാനോ, നിയമത്തിൻ്റെ പ്രൊവിഷൻസ് രക്ഷപ്പെടാനോ, ഔട്ട്സൈഡേഴ്സിനെ കബളിപ്പിക്കാനോ ഒക്കെ ആയിട്ട് ഈ പ്രൊവിഷൻ മിസ്യൂസ് ചെയ്യുന്നു എന്ന് നിയമത്തിന് തോന്നുകയാണെങ്കിൽ കോടതികൾക്ക് എന്താണ്, ഈ ഒരു കോൺസെപ്റ്റ് ക്യാൻസൽ ചെയ്യാം. സോ ദി അഡ്വാൻറ്റേജ് ഓഫ് ഇൻകോർപ്പറേഷൻ ആർ ടു ബി എൻജോയ്ഡ് ഓൺലി ബൈ ദോസ് ഹു വാണ്ട് ടു മേക്ക് ആൻ ഓണസ്റ്റ് യൂസ് ഓഫ് ദി കമ്പനി. ഇൻ കേസ് ഓഫ് ഡിസോണസ്റ്റ് ഓർ ഫ്രോഡുലന്റ് യൂസ് ഓഫ് ദി ഫെസിലിറ്റി ഓഫ് ഇൻകോർപ്പറേഷൻ, the court may break through or lift the corporate veil and look the persons behind the company who are misusing this fiction.
ഇപ്പം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കോടതിക്ക് തോന്നുകയാണ് ഈ കോർപ്പറേറ്റ് വെയിൽ എന്ന കൺസെപ്റ്റ് കമ്പനി മിസ്യൂസ് ചെയ്യുന്നു, മറ്റാളുകളെ കബളിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു തോന്നുകയാണെങ്കിൽ കോർട്ട് ക്യാൻ ലിഫ്റ്റ് ദാറ്റ് കോർപ്പറേറ്റ് വെയിൽ. കോടതിക്ക് എന്താണ്, കോടതികൾക്ക് ഈ ഒരു വെയിൽ ലിഫ്റ്റ് ചെയ്യുകയും കമ്പനിയുടെ പിറകിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ബുക്ക് ചെയ്യുകയും ചെയ്യാം. കമ്പനി ക്യാൻ ഹെൽഡ് ലയബിൾ, ആളുകൾക്ക് പേഴ്സണൽ ലയബിലിറ്റി ഫിക്സ് ചെയ്യാം. So and look at the persons behind the company who are misusing this fiction. In legal parlance, this process is termed as lifting of corporate veil. ഇപ്പം നിയമത്തിൻ്റെ സർക്കിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കമ്പനിയെയും മെമ്പേഴ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റ് കോടതി ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. സോ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ ഈസ് ദി പ്രോസസ് ഓഫ് ക്യാൻസലേഷൻ ഓഫ് ദി സെപ്പറേറ്റ് എൻറ്റിറ്റി പ്രിവിലേജ് ബൈ ദി കോർട്ട്. കോടതികൾ സെപ്പറേറ്റ് എൻറ്റിറ്റി കൊണ്ട് കമ്പനികൾക്കുള്ള ആ ഒരു പ്രത്യേക പ്രിവിലേജ് ക്യാൻസൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് എൻറ്റിറ്റി അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. അപ്പം ഇതെന്താണ് ലിഫ്റ്റിംഗ് ദി ലീഗൽ പ്രൊട്ടക്ഷൻ ഗിവൺ ടു എ കമ്പനി. ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ ഓർ പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ മീൻസ് lifting the legal protection given to a company under the concept of separate legal entity. ഇപ്പോൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം കമ്പനികൾക്ക് കൊടുത്തിരിക്കുന്ന പ്രത്യേകമായ ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ അത് എടുത്തു മാറ്റപ്പെടുന്നതിനെയാണ് നമ്മൾ ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് കോർപ്പറേറ്റ് വെയിൽ ക്യാൻ ബി ലിഫ്റ്റഡ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് വെയിൽ നിയമത്തിന് എടുത്തു മാറ്റാവുന്നത്? അതിൽ രണ്ട് ഹെഡിങ്ങിലാണ് നമ്മൾ ഈ പ്രത്യേക സാഹചര്യങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് പഠിക്കുന്നത്. കോമൺ ലോ എക്സെപ്ഷൻസ്, പൊതുവായ എക്സെപ്ഷൻസ് എന്തൊക്കെയാണ്? നമ്പർ 1, ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് റവന്യൂ, ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ടാക്സ് റവന്യൂ അല്ലെങ്കിൽ സ്റ്റേറ്റ് റവന്യൂ. The court may not recognize the separate existence of the company where the only purpose for which it appears to have been formed is the evasion of tax. ഇപ്പോൾ കോടതിക്ക് ബോധ്യപ്പെടുകയാണ് ഒരു കമ്പനി ഫോം ചെയ്തിരിക്കുന്നത് ടാക്സ് ഇവേഷന് വേണ്ടി മാത്രമാണ്. ഇങ്ങനെ കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്താ, ആ കോർപ്പറേറ്റ് വെയിൽ അവിടെ കമ്പനി ലിഫ്റ്റ് ചെയ്യും, ആ ഒരു പ്രിവിലേജ് ക്യാൻസൽ ചെയ്യും. സോ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് റവന്യൂ, for prevention of tax evasion, protection of revenue means protection of state revenue. That means for the prevention of tax evasion, corporate veil can be lifted by courts. Then രണ്ടാമത്തെ ഒരു സാഹചര്യം, രണ്ടാമത്തെ സാഹചര്യമായിട്ട് നമുക്ക് പറയാവുന്ന എന്താണ്? പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ഓർ ഇംപ്രോപ്പർ കോണ്ടാക്ട്. പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്, കമ്പനി മറ്റാളുകളെ കബളിപ്പിക്കുന്നു അല്ലെങ്കിൽ കമ്പനിയുടെ പ്രവർത്തനം തെറ്റായ രീതിയിലാണ് എന്ന് കോടതികൾക്ക് ബോധ്യമാവുകയാണ് എങ്കിൽ കോർപ്പറേറ്റ് വെയിൽ ക്യാൻ ബി ലിഫ്റ്റഡ്. ഇഫ് ദി അഡ്വാൻറ്റേജ് ഓഫ് ഇൻകോർപ്പറേഷൻ ഈസ് യൂസ് ഫോർ ദി പർപ്പസ് ഓഫ് കമ്മിറ്റിംഗ് ഫ്രോഡ് ഓൺ ക്രെഡിറ്റേഴ്സ്, കമ്പനിയുടെ ക്രെഡിറ്റേഴ്സിനെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇൻകോർപ്പറേഷൻ ഈ അഡ്വാൻറ്റേജ് മിസ്യൂസ് ചെയ്യുന്നതെങ്കിൽ, ഓർ ഡിഫീറ്റിംഗ് ദി എനി പ്രൊവിഷൻസ് ഓഫ് ലോ, അല്ലെങ്കിൽ എന്താണ്, നിയമത്തിൻ്റെ ഏതെങ്കിലും പ്രൊവിഷനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, then the court may lift the corporate veil. ഈ കോർപ്പറേറ്റ് വെയിൽ കോൺസെപ്റ്റ് ക്രെഡിറ്റേഴ്സിനെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയോ നിലവിലുള്ള നിയമത്തിൻ്റെ ഏതെങ്കിലും പ്രൊവിഷൻസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയോ ആണ് എന്ന് കോടതിക്ക് ഉറപ്പാവുകയാണ് എങ്കിൽ കോർട്ട് മേ ലിഫ്റ്റ് ദി കോർപ്പറേറ്റ് വെയിൽ. കോടതി ആ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അവിടെ ക്യാൻസൽ ചെയ്യും. അതുകൂടി എന്താ, മെമ്പേഴ്സും കമ്പനിയും ഒന്നായിട്ട് കണക്കാക്കപ്പെടും. ഇപ്പം കമ്പനിയുടെ പ്രവർത്തനങ്ങൾ, കമ്പനിയുടെ പൊസിഷനെ മിസ്യൂസ് ചെയ്യുന്ന ആളുകൾക്ക് കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് പേഴ്സണൽ ലയബിലിറ്റി ഉണ്ടാകും. അതാണ് ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിലിൻ്റെ അൾട്ടിമേറ്റ് ഇമ്പാക്റ്റ്. അതാണ് ഫോർ ദി ആക്ട്സ് ഓഫ് ദി കമ്പനി ഇറ്റ് മെമ്പേഴ്സ് ക്യാൻ ബി ഹെൽഡ് പേഴ്സണലി ലയബിൾ. ദെൻ മൂന്നാമതൊരു സാഹചര്യം എന്താണ്? ഡിറ്റർമിനേഷൻ ഓഫ് എനിമി ക്യാരക്ടർ ഓഫ് എ കമ്പനി.
ഒരു കമ്പനി എന്താണ്, ഒരു ശത്രുപക്ഷത്താണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവുകയാണെങ്കിൽ, ഡിറ്റർമിനേഷൻ ഓഫ് എനിമി ക്യാരക്ടർ ഓഫ് എ കമ്പനി. In times of war, the court may lift the corporate will of a company to see whether the company is controlled by alien enemies. ഇപ്പോൾ ഒരു കമ്പനിയുടെ കൺട്രോൾ ഒരുപക്ഷെ വിദേശികളുടെ കയ്യിലായിരിക്കും. അങ്ങനെ വിദേശികളുടെ കയ്യിൽ ഫുൾ കൺട്രോൾ ഇല്ലെങ്കിൽ ഭാഗികമായിട്ട് കൺട്രോളുള്ള കമ്പനികൾ യുദ്ധസമയങ്ങളിൽ എന്താണ്, ഏലിയൻ എനിമീസ് ആയിട്ട് മാറുന്നു. നോർമൽ ടൈംസിൽ കുഴപ്പമൊന്നുമില്ല, സാധാരണ സമയങ്ങളിൽ കുഴപ്പമൊന്നുമില്ല, ഇന്ത്യയിലെ കമ്പനികളെ വിദേശികൾക്ക് കൺട്രോൾ ചെയ്യാം. ഇനി ആ രാജ്യവുമായിട്ട് യുദ്ധസമാനമായ സാഹചര്യമാണ് എങ്കിൽ കോർപ്പറേറ്റ് വെയിൽ കോൺസെപ്റ്റ് കോടതി ലിഫ്റ്റ് ചെയ്യും, കോടതികൾ ക്യാൻസൽ ചെയ്യും. സോ മൂന്നാമത്തെ കണ്ടീഷൻ അതാണ്, ഡിറ്റർമിനേഷൻ ഓഫ് എനിമി ക്യാരക്ടർ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ശത്രു സ്വഭാവം കണ്ടെത്തുകയാണ് എങ്കിൽ ഇൻ ടൈംസ് ഓഫ് വാർ കോർപ്പറേറ്റ് വെയിൽ ക്യാൻ ബി ലിഫ്റ്റഡ് ഓർ pierced by the courts. Then the fourth one is avoidance of welfare legislation. എംപ്ലോയീസിൻ്റെ വെൽഫെയർ ലെജിസ്ലേഷൻ അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി, രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ കോർപ്പറേറ്റ് വെയിൽ കോൺസെപ്റ്റ് കമ്പനികൾ ഉപയോഗിക്കുന്നതെങ്കിൽ കോടതിക്ക് തോന്നുകയാണ് ഈ കോർപ്പറേറ്റ് വെയിൽ എന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ എംപ്ലോയീസിനെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കമ്പനി വിനിയോഗിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ കമ്പനിക്ക് വേണമെങ്കിൽ കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യാം. അങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നതോടുകൂടി ആ കമ്പനിയുടെ മെമ്പേഴ്സും കമ്പനിയും ഒന്നായിത്തീരുന്നു. ആ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് തന്നെ ഇല്ലാതാകുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ്, കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് പേഴ്സണൽ ലയബിലിറ്റി ഉണ്ടാകും. When a company is formed for the purpose of escaping from the liability of complying with the provisions of any welfare legislation, ഇപ്പം നിലവിലുള്ള ഒരു കമ്പനിയുടെ എന്തെങ്കിലും വെൽഫെയർ ലെജിസ്ലേഷൻ രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് പുതിയൊരു കമ്പനി ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കമ്പനി, ഒരു പർട്ടിക്കുലർ കമ്പനി ഫോം ചെയ്തിരിക്കുന്നത് വെൽഫെയർ ലെജിസ്ലേഷൻസിൻ്റെ ഇംപ്ലിമെൻറ്റേഷന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ്. എംപ്ലോയീസ് വെൽഫെയറിന് വേണ്ടി ഗവൺമെൻറ് കൊണ്ടുവരുന്ന പോളിസികളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഒരു കമ്പനി ഫോം ചെയ്തിരിക്കുന്നത് ഉറപ്പായി കഴിഞ്ഞാൽ, കോടതിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ കോർട്ട് ക്യാൻ ലിഫ്റ്റ് ഓർ pierce ദി കോർപ്പറേറ്റ് വെയിൽ. കോടതിക്ക് ആനുകൂല്യം എടുത്തു മാറ്റാം, പ്രിവിലേജ് എടുത്തു മാറ്റാം. സോ where the only purpose behind the incorporation is to escape from the liability of paying bonus to workers. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരേ ഒരു പർപ്പസ് എന്താണ്, വർക്കേഴ്സിന് ബോണസ് കൊടുക്കുന്നതിൽ നിന്നും രക്ഷപ്പെടുക. അപ്പം അതിനുവേണ്ടി പുതിയൊരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. അപ്പം അതോടുകൂടി ബോണസ് പേയ്മെൻറ്റ് ഓബ്ലിഗേഷൻ ഇല്ലാതാകുന്നു. അപ്പം അങ്ങനെ ബോണസ് പേയ്മെൻറ്റിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ്, വർക്കേഴ്സിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് വേണ്ടിയാണ്, വെൽഫെയർ സ്കീംസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഒരു കമ്പനി ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ കോടതിക്ക് ആ കമ്പനിയുടെ കോർപ്പറേറ്റ് വെയിൽ പ്രിവിലേജ് എടുത്തു മാറ്റാനുള്ള റൈറ്റ് ഉണ്ട്, കോടതിക്ക് ക്യാൻസൽ ചെയ്യാം. So when the only purpose behind the incorporation is to escape from the liability of paying bonus to workers or offering some benefits to them under the provisions of the Factories Act 1948 or any similar legislation, the court may overlook the corporate entity of the legal person. തൊഴിലാളികൾക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ നിന്നും തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് വേണ്ടിയാണ് കമ്പനി ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ, എന്തെങ്കിലും വെൽഫെയർ മെഷേഴ്സിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് കമ്പനി ഫോം ചെയ്യുന്നതെങ്കിൽ കോടതികൾക്ക് വേണമെങ്കിൽ കോർപ്പറേറ്റ് വെയിൽ കോൺസെപ്റ്റ് ക്യാൻസൽ ചെയ്യാം. ദെൻ അതാണ് അവോയ്ഡൻസ് ഓഫ് വെൽഫെയർ ലെജിസ്ലേഷൻ. അഞ്ചാമത്തെ സിറ്റുവേഷൻ എന്താണ്, where the company is acting as agent of the shareholders. ഒരു കമ്പനി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ ലീഗൽ പ്രൊട്ടക്ഷൻ ഇല്ലാതാകും. So when the company is acting as the agent of the shareholders, in such situations the shareholders will be held liable for the acts of the company. ഒരു കമ്പനി പ്രവർത്തിക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏജൻസ് എന്ന കപ്പാസിറ്റിയിലാണ് എങ്കിൽ
കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് ഏജൻസിന് പേഴ്സണൽ ലയബിലിറ്റി ഉണ്ടാകും. ഈ പറഞ്ഞിരിക്കുന്ന 5 സിറ്റുവേഷൻസ് എന്താണ്? കോമൺ ലോ എക്സെപ്ഷൻസ് ആണ്. പൊതുവായിട്ട് നിയമത്തിൻ്റെ കീഴിൽ കോർപ്പറേറ്റ് വെയിൽ ക്യാൻ ബി ലിഫ്റ്റഡ്. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന 5 സാഹചര്യങ്ങൾ അതാണ് കോമൺ ലോ കണ്ടീഷൻസ് ആണ്, അല്ലെങ്കിൽ കോമൺ ലോ എക്സെപ്ഷൻസ് ആണ്. അപ്പോൾ എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കോർപ്പറേറ്റ് വെയിൽ എന്നീ പ്രൊട്ടക്ഷൻ അത് നിയമത്തിന് അല്ലെങ്കിൽ കോടതികൾക്ക് എടുത്തു മാറ്റാവുന്ന സാഹചര്യങ്ങൾ. അതൊരു 5 കണ്ടീഷൻസ് അല്ലെങ്കിൽ 5 സാഹചര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 1 ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് റവന്യൂ. ഇവിടെ റവന്യൂ എന്താ? സ്റ്റേറ്റ് റവന്യൂ ആണ്. ഫോർ പ്രിവെൻഷൻ ഓഫ് ടാക്സ് ഇവേഷൻ. ദെൻ സെക്കൻഡ് കണ്ടീഷൻ ഈസ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ഓർ ഇംപ്രോപ്പർ കോണ്ടക്ട് ഓഫ് കമ്പനീസ്. മൂന്നാമത് ഡിറ്റർമിനേഷൻ ഓഫ് എനിമി ക്യാരക്ടർ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ എനിമി ക്യാരക്ടർ ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ലീഗൽ പ്രൊട്ടക്ഷൻ, ലീഗൽ പ്രിവിലേജ് അത് കോടതിക്ക് ക്യാൻസൽ ചെയ്യാം. ദെൻ നാലാമത് എന്താ? അവോയ്ഡൻസ് ഓഫ് വെൽഫെയർ ലെജിസ്ലേഷൻ. ഒരു കമ്പനി ഫോം ചെയ്തിരിക്കുന്നത് വെൽഫെയർ ലെജിസ്ലേഷനിൽ നിന്നും കമ്പനീസ് ആക്ടിന്റെ പ്രൊവിഷൻസിന്റെ ഫുൾഫിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് എങ്കിൽ കോടതികൾക്ക് കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യാം. ദെൻ അഞ്ചാമത് ദി കമ്പനീസ് ആക്ടിങ് ആസ് എൻ ഏജന്റ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. ദെൻ നമ്മൾ രണ്ടാമത് പറയുന്ന എക്സെപ്ഷൻസ് എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി എക്സെപ്ഷൻസ് ആണ്. ഇപ്പോൾ കോമൺ ലോ അല്ല, സ്റ്റാറ്റ്യൂട്ടറി. ആദ്യം നമ്മൾ മെൻഷൻ ചെയ്ത 5 എക്സെപ്ഷൻസ് കോമൺ ലോ എക്സെപ്ഷൻസ് ആണ്. പൊതുവായ നിയമപ്രകാരം ലഭിക്കാവുന്ന എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ പൊതുവായ നിയമപ്രകാരം അണ്ടർ വാട്ട് സർക്കംസ്റ്റാൻസസ് കോർപ്പറേറ്റ് വെയിൽ ക്യാൻ ബി ലിഫ്റ്റഡ് ബൈ എ കോർട്ട്. സെക്കൻഡ്ലി സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നിയമവിധേയമായിട്ട് തന്നെ ചില സാഹചര്യങ്ങളിൽ ഓട്ടോമാറ്റിക്കലി കോർപ്പറേറ്റ് വെയിൽ ഇല്ലാതാകുന്നു. ദി കമ്പനീസ് ആക്ട് contains few exceptions or few provisions where the concept of separate entity of a company is not honored. അപ്പം കമ്പനീസ് ആക്ടിൽ തന്നെ ചില പ്രൊവിഷൻസ് കൊടുത്തിട്ടുണ്ട്. എപ്പോഴൊക്കെയാണ് സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന കോൺസെപ്റ്റ് ഓണർ ചെയ്യപ്പെടാണ്ടായിട്ട് വരുന്നത്, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്യപ്പെടുന്നത്. ദി ഫോളോയിങ് ആർ ഫ്യൂ സച്ച് സിറ്റുവേഷൻസ്. എ, if the number of members go below the statutory minimum. ഇപ്പോൾ ഓരോ ടൈപ്പിലുള്ള കമ്പനികൾക്കും നിയമവിധേയമായിട്ട് തന്നെ നിയമപ്രകാരം ചുരുങ്ങിയത് എത്ര മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം? ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 മെമ്പേഴ്സ് ഉണ്ടായിരിക്കണം. ഒരു ഇൻകോർപ്പറേറ്റഡ് പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 7 മെമ്പേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. So where the number of members falls below the statutory minimum, 7 in case of public company and 2 in case of a private company. ഇനി ഈ സ്റ്റാറ്റ്യൂട്ടറി മിനിമത്തിന്റെ താഴെയായി മെമ്പേഴ്സിന്റെ എണ്ണം വീണ്ടും ഈ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇഫ് ദി കമ്പനി കണ്ടിന്യൂസ് ഇറ്റ് ഓപ്പറേഷൻസ് ഫോർ മോർ ദാൻ 6 months. ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി മിനിമത്തിന്റെ താഴെ മെമ്പേഴ്സിന്റെ എണ്ണം എത്തിയ കമ്പനികൾ അതിനുശേഷം വീണ്ടും 6 മാസത്തിലധികം പ്രവർത്തിക്കുകയാണ് എങ്കിൽ then while the number is so reduced, every person who is a member of the company during the time it carries on the business and has knowledge of that fact shall be severally liable to the creditors for the debts contracted during that period. അവിടെ ആ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഇൻഡിവിജ്വൽ ഷെയർഹോൾഡേഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ലീഗൽ ഓബ്ലിഗേഷൻ ഉണ്ടാകും ആ കാലഘട്ടത്തിൽ ഏർപ്പെടുന്ന എല്ലാ കരാറുകളും ഫുൾഫിൽ ചെയ്യാനായിട്ട്. ഇതാണ് ആദ്യത്തെ സ്റ്റാറ്റ്യൂട്ടറി എക്സെപ്ഷൻ. ഇഫ് ദി നമ്പർ ഓഫ് മെമ്പേഴ്സ് ഗോ ബിലോ ദി സ്റ്റാറ്റ്യൂട്ടറി മിനിമം, അത് ഓർത്തിരിക്കാം, പ്രൈവറ്റ് ആണെങ്കിൽ 2, പബ്ലിക് കമ്പനി ആണെങ്കിൽ 7. ഈ കമ്പനി വീണ്ടും പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പം ഒരു 6 മാസത്തിലധികമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു കമ്പനിയിലെ എല്ലാ മെമ്പേഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ലീഗൽ ലയബിലിറ്റി ഉണ്ടാകും ആ കാലഘട്ടത്തിൽ ഏർപ്പെടുന്ന എല്ലാ കോൺട്രാക്റ്റുകളും ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി. അതൊരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനാണ്. ദെൻ ബി, ഫെയിലിയർ ടു റീഫണ്ട് ദി ആപ്ലിക്കേഷൻ മണി. ഇപ്പോൾ കമ്പനീസ് ആക്ട് പ്രകാരം മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള പബ്ലിക് ഓഫറുകളിൽ കളക്ട് ചെയ്യുന്ന ആ ആപ്ലിക്കേഷൻ മണി റീഫണ്ട് ചെയ്തിരിക്കണം. അത് റീഫണ്ട് ചെയ്യുന്നതിൽ കമ്പനി പരാജയപ്പെടുകയാണെങ്കിൽ where the minimum subscription has not been received by the company within 120 days from the first issue of prospectus,
ഇപ്പോൾ ഒരു കമ്പനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് 120 ദിവസത്തിനകം ആ കമ്പനിക്ക് മിനിമം സബ്സ്ക്രിപ്ഷൻ കോൺട്രിബ്യൂഷൻ കളക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ ഓൾ മണീസ് റിസീവ്ഡ് ഫ്രം ദി ആപ്ലിക്കൻസ് ഫോർ ഷെയർ ഷാൽ ബി റിട്ടേൺ. അപ്പം ആപ്ലിക്കൻസ് കിട്ടുന്ന എല്ലാ ആപ്ലിക്കേഷൻ മണിയും റീഫണ്ട് ചെയ്തിരിക്കണം. അത് കമ്പനീസ് ആക്ടിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന പ്രൊവിഷനാണ് ആസ് പെർ സെക്ഷൻ 69. ഇനി ഇതിൽ കമ്പനി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി എക്സെപ്ഷൻ ആയിട്ട് തന്നെ കോർപ്പറേറ്റ് വെയിൽ ഇല്ലാതാകും. ദെൻ സി കമ്പനി നോട്ട് മെൻഷൻഡ് ഓൺ എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. കമ്പനി നോട്ട് മെൻഷൻഡ്, അപ്പോൾ എന്താ, ഒരു കമ്പനിക്ക് വേണ്ടി കമ്പനിയുടെ ഡയറക്ടേഴ്സ് സൈൻ ചെയ്യുന്ന ഡോക്യുമെന്റുകളിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റുകളിൽ കമ്പനിയുടെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിൽ then the directors will be personally liable. കമ്പനിക്കായിരിക്കില്ല, ഡയറക്ടേഴ്സിനായിരിക്കും. ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിൽ സൈൻ ചെയ്യുന്ന ഡയറക്ടേഴ്സിനായിരിക്കും പേഴ്സണൽ ലയബിലിറ്റി വരുന്നത്. സോ വേർ എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഈസ് സൈൻഡ് ബൈ ആൻ ഓഫീസർ ഓഫ് എ കമ്പനി ഓൺ ബിഹാഫ് ഓഫ് എ കമ്പനി വിതൗട്ട് മെൻഷനിങ് ദി നെയിം ഓഫ് ദി കമ്പനി, then such a director will be personally liable to the holder of the instrument as per section 147. Then D, ഗ്രൂപ്പ് അക്കൗണ്ട് ഓഫ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനി. ഇപ്പം സബ്സിഡിയറി, ഒരു കമ്പനിക്ക് ഒരു ഹോൾഡിംഗ് കമ്പനിയും സബ്സിഡിയറി കമ്പനിയും ഉണ്ട് എങ്കിൽ ആ സബ്സിഡിയറി കമ്പനിയുടെ കോർപ്പറേറ്റ് വെയിൽ ഓട്ടോമാറ്റിക്കലി ലിഫ്റ്റ് ആകും. ദി പ്രിൻസിപ്പിൾ ഓഫ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി മേ ബി ഡിസ്റിഗാർഡഡ് വേർ എ കമ്പനി ഹാസ് സബ്സിഡിയറീസ്. ഇപ്പം സബ്സിഡിയറീസ് ഉള്ള കമ്പനികളുടെ കോർപ്പറേറ്റ് വെയിൽ ഓൾറെഡി ലിഫ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ലീഗലി ലിഫ്റ്റഡ് ആകും. Along with the company's own profit and loss account, the balance sheet of the documents of subsidiary companies also should be laid. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആനുവൽ ജനറൽ മീറ്റിംഗിൽ ടേബിൾ ചെയ്യുന്നതോടൊപ്പം തന്നെ സബ്സിഡിയറി കമ്പനികളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ടേബിൾ ചെയ്തിരിക്കണം. അതോടുകൂടി ആ കോർപ്പറേറ്റ് വെയിൽ കോൺസെപ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി എക്സെപ്ഷനിലൂടെ ഇല്ലാതാകുന്നു. Then fifth one, investigation into related companies. ഇപ്പോൾ ഒരു കമ്പനിയുടെ അഫയേഴ്സിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ വരികയാണെങ്കിൽ ആ കമ്പനിയുമായിട്ട് റിലേഷനുള്ള മറ്റ് കമ്പനികളുടെയും അഫയേഴ്സിനെയും ഓട്ടോമാറ്റിക്കലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. അതോടുകൂടി എന്താണ്, ആ കോർപ്പറേറ്റ് വെയിൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പ്രിവിലേജ് അവിടെ ഇല്ലാതാകുന്നു. Then if it is necessary for the satisfactory completion of the investigation of the affairs of a particular company, the inspector appointed to investigate may look into the affairs of another related company in the same management, section 239. ഒരേ മാനേജ്മെന്റിന്റെ കീഴിലുള്ള രണ്ട് കമ്പനികളിൽ ഒരു കമ്പനിയിൽ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടി വരുന്ന സാഹചര്യത്തിൽ അതേ മാനേജ്മെന്റിന്റെ കീഴിലുള്ള മറ്റ് കമ്പനികളിലും ഇൻവെസ്റ്റിഗേഷൻ നടത്താം. അവിടെ എന്താണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ള കോൺസെപ്റ്റ് അവിടെ ഇല്ലാതാകുന്നു, കോർപ്പറേറ്റ് വെയിൽ പിയേഴ്സ്ഡ് ആകുന്നു. ദെൻ അവസാനത്തെ ഒരു സ്റ്റാറ്റ്യൂട്ടറി എക്സെപ്ഷനാണ് ഫ്രോഡുലന്റ് ട്രേഡിംഗ്. If in the course of winding up of the company it appears that any business of the company has been carried on with the intention to defraud creditors. ഇപ്പോൾ ഒരു കമ്പനി അതിൻ്റെ വൈൻഡിങ് അപ്പ് പ്രോസസ്സിൽ ആണ് എങ്കിൽ, ഇപ്പോൾ വൈൻഡിങ് അപ്പ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കമ്പനിയുടെ ബിസിനസ് ക്രെഡിറ്റേഴ്സിനെ കബളിപ്പിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ the court may declare that such persons are to be personally liable for the debts and other liabilities of the company. അങ്ങനെ ഒരു ഫ്രോഡ് ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ അവർ പേഴ്സണലി കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് ലയബിൾ ആയിട്ട് മാറും. ഇത് സെക്ഷൻ 542 പ്രകാരമാണ്. അപ്പം നമ്മൾ ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 1 ABCDEFG 6 സ്റ്റാറ്റ്യൂട്ടറി എക്സെപ്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെ 5 കോമൺ ലോ എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ, വാട്ട് യു മീൻ ബൈ ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ ആൻഡ് അണ്ടർ വാട്ട് സർക്കംസ്റ്റാൻസസ് കോർപ്പറേറ്റ് വെയിൽ ക്യാൻ ബി ലിഫ്റ്റഡ്. ഇത് വേണമെങ്കിൽ എന്താണ് 2 മാർക്കിനും 5 മാർക്കിനും 15 മാർക്കിനും ഒക്കെ ചോദിക്കാവുന്ന ഒരു പോർഷനാണ്. Okay, thank you. Thanks for watching this video.